ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം ആരംഭിക്കുന്നത് എൽക്കാനയുടെയും ഹന്നായുടെയും പെനീനയുടെയും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. അവിടെ നമുക്ക് ശമൂവേൽ ബാലനെയും കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഹന്നായുടെ ജീവിതത്തിലൂടെയാണ് നാം ചില ആഴ്ചകളായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഹന്നായുടെ വിജയത്തിൻ്റെ രഹസ്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് നാം ഓർത്തു തുടങ്ങി. അങ്ങ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇവാഞ്ചൽ മിനിസ്ട്രീസ് ക്രമീകരിക്കുന്ന തിരുവചനം എന്ന വേദപുസ്തക പഠന പരമ്പരയാണ്. ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തെ അധികരിച്ചുള്ള 9-ാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നാം ഓർത്തതുപോലെ ഹന്നായുടെ ആത്യന്തിക വിജയത്തിൻ്റെ 1-ാമത്തെ കാരണം പ്രതിയോഗിയായി ഭവനത്തിനുള്ളിൽ നിലനിന്ന പെനീനയോട് യാതൊന്നും പ്രതികരിച്ചില്ല എന്നുള്ളതാണ്. ദൈവസന്നിധിയിൽ ദൈവികമായിട്ടുള്ള വിഷയങ്ങൾക്കായി അവൾ ഇടം കൊടുത്ത് ശാന്തമായിട്ടിരുന്നു. പ്രവൃത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത് എന്നുള്ള ദൈവിക പ്രബോധനം അതേപോലെ തന്നെ പാലിച്ചു എന്നുള്ളത് നാം ഓർക്കുകയുണ്ടായി. 2-ാമത്തെ കാരണം എന്താണ് അവളുടെ ആത്യന്തിക വിജയമായി നമുക്ക് കണക്കാക്കുവാൻ കഴിയുക? അത് വേദപുസ്തകത്തിലെ നടുവിലത്തെ വാക്യം ജീവിതത്തിൽ അന്വർത്ഥമാക്കി എന്നുള്ളതാണ്. എന്താണ് തിരുവെഴുത്തിലെ നടുവിലത്തെ വാക്യം? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എത്ര ക്രമീകൃതമായിട്ടാണ് തിരുവചനം ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നുള്ളത് എന്നെ പലപ്പോഴും അതിശയിപ്പിച്ചിട്ടുള്ള വിഷയമാണ്. എന്നാൽ ദൈവം അത് ക്രമീകരിക്കുമ്പോൾ അതങ്ങനെ തന്നെയാണ് എന്നും തിരിച്ചറിയുന്നു. ദൈവത്തിന് എല്ലാ മഹത്വവും കരയേറ്റിക്കൊണ്ട് വേദപുസ്തകത്തിൻ്റെ നടുവിലത്തെ വാക്യം, അതായത് സങ്കീർത്തനങ്ങൾ 118 അതിൻ്റെ 8-9 വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കാം. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഇവിടെ നമുക്ക് കാണുവാൻ കഴിഞ്ഞ അതേ വിഷയം തീർച്ചയായിട്ടും ഹന്നായുടെ ജീവിതത്തിൽ അവളുടെ വിജയത്തിൻ്റെ രഹസ്യമായി 2-ാമത് കണ്ടെത്തുവാൻ കഴിയുന്നു. അവൾ മനുഷ്യനിലല്ല ആശ്രയിച്ചത്, പ്രഭുക്കന്മാരിലല്ല അവൾ ആശ്രയിച്ചത്, അവൾക്ക് ലഭ്യമായതിലൊന്നും അവൾ ആശ്രയിച്ചില്ല. മറിച്ച് അവൾ ദൈവത്തിൽ ആശ്രയിച്ചു. അവരാരും പറഞ്ഞ വിഷയം അവൾ കേട്ടില്ല എന്നോ അവരോട് പുറംതിരിഞ്ഞു നിന്നോ എന്നുമല്ല അർത്ഥം. അവളുടെ ഹൃദയത്തിൻ്റെ ഭാരം പകരുവാൻ, അവളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയെ അറിയിക്കുവാൻ അവൾ ആത്യന്തികമായി ചെന്നെത്തിയത് ദൈവത്തിൻ്റെ മുൻപിൽ മാത്രമാണ്. അവൾ ദൈവത്തിൽ ആശ്രയിച്ചു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം 8-ാം വാക്യം 1-ാം അധ്യായം ശമൂവേലിൻ്റെ 1-ാം പുസ്തകം. അവിടെ ഭർത്താവായ എൽക്കാന പറയുന്ന വാക്കുകളുണ്ട്. അവളുടെ ഭർത്താവായ എൽക്കാന അവളോട് പറയുകയാണ്, ഹന്നേ, നീ എന്തിന് കരയുന്നു? എന്തിന് പട്ടിണി കിടക്കുന്നു? നീ വ്യസനിക്കുന്നത് എന്ത്? ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നന്നല്ലയോ എന്ന് പറഞ്ഞു. ഇവിടെ ആശ്വസിപ്പിക്കുന്ന നല്ലൊരു ഭർത്താവിനെ നാം കാണുകയുണ്ടായി. അത് ശരി തന്നെയാണ്. എന്നാൽ അത് തെറ്റാണ് എന്നല്ല. നിശ്ചയമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിത പങ്കാളികൾ ദുഃഖങ്ങളിൽ സഹകരിക്കണം, ആശ്വസിക്കണം. അതെല്ലാം തീർച്ചയായിട്ടും ആവശ്യമായ കാര്യമാണ്. എന്നാൽ ഹന്നായുടെ ജീവിതത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഒരു കാര്യം നമുക്കറിയാം, മനുഷ്യന് നമുക്ക് ആത്യന്തികമായ സഹായം തരാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ നാം ആശ്രയിക്കേണ്ടത് മനുഷ്യനിലല്ല. ഇവരെ ഇവിടെ അതാണ് നാം കാണുന്നത്. അവൾ തീർച്ചയായിട്ടും ഹന്നായുടെ വാക്കുകൾ ആദരവോടെ കേട്ടു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈ എൽക്കാനയുടെ വാക്കുകൾക്ക് തന്നെ വേണ്ടതുപോലെ ആശ്വസിപ്പിക്കുവാൻ കഴിയുകയില്ല എന്നുള്ള സത്യം നിശ്ചയമായിട്ടും ഹന്നായിക്ക് തിരിച്ചറിയാനായിട്ട് സാധിച്ചിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഈ തിരിച്ചറിവ് ഉണ്ടാകുന്നെങ്കിൽ മാത്രമേ കർത്താവിൽ ആശ്രയിക്കാൻ കഴിയുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ രംഗങ്ങളിൽ മാനുഷികമായി മനുഷ്യരിൽ ആശ്രയിക്കുന്ന സ്വഭാവം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധമായ ദുഃഖങ്ങളിൽ, പല സങ്കടങ്ങളിൽ നമ്മുടെ നോട്ടം ഒരു നിമിഷം കർത്താവിൽ നിന്നും മാറി പലപ്പോഴും നാം മനുഷ്യനിൽ നോക്കാറുണ്ട്.
നമുക്ക് സഹായം ലഭിക്കും എന്ന് ചിന്തിക്കുന്ന സാഹചര്യങ്ങളിൽ നാം അറിഞ്ഞോ അറിയാതെയോ ആശ്രയിച്ചു പോകാറുണ്ട്. എന്നാൽ ദൈവം പറയുന്നത് അത് പാടില്ല. നീ ആത്യന്തികമായി ആശ്രയിക്കേണ്ടത്, നിന്നെ ആത്യന്തികമായി സഹായിപ്പാൻ കഴിയുന്നത് ഒരു മനുഷ്യനുമല്ല, മറിച്ച് എനിക്ക് മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, ഹന്നായുടെ ജീവിതത്തിൽ ഇത് നന്നായിട്ട് അവൾക്ക് അറിയാമായിരുന്നു എന്നുള്ളത് അവൾ ദൈവസന്നിധിയിൽ ചെല്ലുന്ന എല്ലാ നിമിഷങ്ങളും നമ്മളെ പഠിപ്പിക്കുന്ന അനുഗ്രഹീതമായ ചരിത്രമാണ്. ഒരു കാര്യം ഇങ്ങനെ ചോദിക്കട്ടെ, മനുഷ്യരിലുള്ള അങ്ങയുടെ നോട്ടം അത് മാറിയേ സാധിക്കുകയുള്ളൂ. അതിന് നീ തയ്യാറാണോ? നിൻ്റെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ നാം അതിലേക്ക് എത്തിപ്പെടുന്നില്ലെങ്കിൽ ദൈവം പല കഠിനമായ ശോധനകൾ അനുവദിച്ചുവെന്ന് വരാം. അതൊരിക്കലും ദോഷത്തിനായിട്ടല്ല. നാം മനുഷ്യരിലേക്ക് നോക്കിയാൽ നാളെയുടെ ദിവസങ്ങളിൽ വലിയ നിരാശയിലേക്ക് നാം പോകേണ്ടി വരും എന്ന് ദൈവത്തിനറിയാവുന്നത് കൊണ്ട് ദൈവം തന്നിൽ ആശ്രയിപ്പാൻ ആവശ്യമായ സാഹചര്യങ്ങൾ ഒരു പക്ഷേ അനുവദിച്ചുവെന്ന് വരാം. ഇന്ന് ഈ സമയം കർത്താവിൽ മാത്രം ആശ്രയിക്കുവാൻ തീരുമാനിക്കുമോ? ആകാശഭൂമികളെ ഉണ്ടാക്കിയ ദൈവത്തിങ്കിലേക്ക് അങ്ങ് കണ്ണുയർത്തുന്ന സ്വഭാവത്തിലേക്ക് മാറി വരുമോ? മാനുഷികമായിട്ടുള്ള പരിമിതികൾക്കപ്പുറം കാണുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ പ്രൊവിഷൻസിലേക്ക്, ദൈവത്തിൻ്റെതായ പ്രത്യേക സജ്ജീകരണങ്ങളിലേക്ക് അങ്ങയുടെ കണ്ണ് വിശ്വാസത്താൽ ഉയർത്തി ദൈവനാമത്തിന് മഹത്വം വരത്തക്ക രീതിയിൽ കർത്താവിൽ മാത്രം ആശ്രയിപ്പാൻ അങ്ങയ്ക്ക് മനസ്സുണ്ടാകുമോ? അത് കർത്താവ് ചോദിക്കുന്ന കാര്യമാണ്. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളോട് അങ്ങ് ഇടപെടുന്ന കൃപയ്ക്കായി സ്തോത്രം. അവിടുത്തെ ദാസിയായ ഹന്നായുടെ ജീവിതത്തിൽ അവൾ കർത്താവിൽ ആത്യന്തികമായിട്ട് ആശ്രയിച്ചു. അവളുടെ നോട്ടം ഒരു മനുഷ്യനിലേക്കും പോയില്ല. മനുഷ്യർ പറഞ്ഞ വാക്കുകളിൽ അവളത് കേട്ടുവെങ്കിലും അവളുടെ ഹൃദയം ഇരുന്നത് കർത്താവിങ്കലാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾക്കും മാറ്റം വരാത്തതിൻ്റെ കാരണം അങ്ങയിൽ ആശ്രയിക്കുക എന്നുള്ള ഉദ്ബോധനത്തെ ഞങ്ങൾ വേണ്ടതുപോലെ ഏറ്റെടുക്കാത്തത് കൊണ്ടാണല്ലോ. ഈ സമയം അത് ഞങ്ങൾ സമ്മതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആശ്രയം അങ്ങയിലാകുവാൻ, പൂർണ്ണമായി അങ്ങനെ തന്നെ ആയിരിക്കാൻ ഞങ്ങൾക്കേറെ ദൈവകൃപ, കരുണ ഞങ്ങളോട് കാണിക്കണമേ. എല്ലാ കേൾവിക്കാരെയും അനുഗ്രഹിക്കണമേ. യേശു രക്ഷിതാവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.